എനർജി ലെവൽസിന്റെ സ്പ്ലിറ്റിംഗ് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനർജിയാണ്. എനർജി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് മെറ്റലിന്റെ കയ്യിൽ 5 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. 5 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? DXY, DXZ, DYZ, DX2, Y2 ആൻഡ് DZ. ഈ 5 സെറ്റ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ലിഗാൻഡിന്റെ സ്പെറിക്കൽ ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴേക്കും എനർജി ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യുന്ന ഡീജനറസി നഷ്ടപ്പെടുന്നത്. വീണ്ടും 5 സെറ്റ് ഓർബിറ്റൽസ് ആയിട്ടാണ് എക്സിസ്റ്റിംഗ്. ഇത് നമ്മുടെ സ്പെറിക്കൽ ഫീൽഡ്. ലിഗാൻഡ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടാഹീഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ലിഗാൻസ് വരുന്നത് ലിഗാൻസ് വരുന്നത് എലോങ് ദി ആക്സിസ് ആയിരിക്കും. അപ്പോൾ എലോങ് ദി ആക്സിസിൽ ഇരിക്കുന്ന നമ്മുടെ ഡി ഓർബിറ്റൽസ് എന്ത് ചെയ്യും? സ്ലൈറ്റ് ആയിട്ട് റിപ്പൾഷൻ മാക്സിമം ആയിരിക്കും. എന്ത് ചെയ്യും? അവിടെ എനർജി സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന 2 പേരല്ലേ നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ EG സെറ്റ് നമ്മുടെ ആരൊക്കെയുള്ളത്? DX2, Y2 ഉം DZ2. ഇതാണ് നമ്മുടെ EG സെറ്റ് എന്ന് പറയുന്നത്. EG സെറ്റിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായി നമുക്കറിയാം ഇവിടെ ഡീജനറസി ആണെന്നുള്ള എനർജി നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റാത്തതുകൊണ്ട് എനർജി ഇക്വലൈസ് ചെയ്ത് നിർത്തണം. ഒരാളുടെ എനർജി കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ എനർജി എന്ത് ചെയ്യണം? കുറയണം. അപ്പോൾ അതുകൊണ്ട് T2G സെറ്റ് എന്തെയും ലോവർ എനർജി സെറ്റ് ആയിട്ട് മാറും. T2G 3 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. പേരൊക്കെയാണ് DXY, DXZ, DYZ.